ഇനി വരേണ്ടത് കന്നിക്കൂറാണ്. ഉത്തരത്തിൻ്റെ മുക്കാൽ അവസാനത്തെ 3 പാദങ്ങളും അത്തവും ചിത്തിര അരയും, ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറിന് 11ലാണ് വ്യാഴം. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളുടെ സഫലീകരണവും ഉണ്ടാകാനുള്ള സാധ്യത ആണ് ഉള്ളത്. 10ാം ഭാവത്തിലാണ് വക്രത്തിലുള്ള ബുധൻ. പഴയ ചില ജോലികളൊക്കെ വീണ്ടും തിരിച്ചു വരും. അതിനെ വീണ്ടും വിലയിരുത്തേണ്ടതായിട്ട് വരും. അത് വളരെ കൃത്യതയോടുകൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് വരും. അല്ല എന്നുണ്ടെങ്കിൽ ചില മാറ്റങ്ങളോ ഒക്കെ ജോലിയിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർ ബാങ്കിങ്, അക്കൗണ്ടിങ്, IT മുതലായിട്ടുള്ള മേഖലയിലൊക്കെ, ഗവേഷണം മുതലായിട്ടുള്ള മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച പൊതുവേ നേട്ടമാണ്. കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് ബിസിനസ് സംരംഭങ്ങളെ കാണാൻ ആ മേഖലയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ധനത്തിന് വരുമാന വർധനവ് കാണാവുന്നതാണ്. കുടിശ്ശിക മുൻപുണ്ടായിരുന്ന ചില കുടിശ്ശികകളൊക്കെ തിരികെ ലഭിക്കാനും, അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസം, വീടിൻ്റെ ആവശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് ധനം ചെലവ് ചെയ്യേണ്ടതായിട്ടും വരും. എന്നാലും സാമ്പത്തിക സ്ഥിതി പൊതുവെ സുരക്ഷിതമായിരിക്കും. ആരോഗ്യപരമായിട്ട് ദഹന പ്രക്രിയയിൽ ചില ബുദ്ധിമുട്ടുകൾ, അതായത് ദഹനക്കേട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാവുന്നതാണ്. വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റ് രോഗങ്ങളിലേക്ക് വ്യാപിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ വളരെ സന്തോഷവും സമാധാനവും നിലനിൽക്കും. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലുമൊക്കെ ഊഷ്മളത ഉണ്ടാകും. ചില ശുഭകാര്യങ്ങൾ കുടുംബത്തോടൊപ്പം പങ്കെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവർക്ക് ഒരു പരിഹാരമായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, തുളസിമാല സമർപ്പിക്കുക, അതുപോലെ പശുവിന് പച്ചപ്പുല്ല് തീറ്റയായി കൊടുക്കുക. ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ, ദോഷങ്ങൾ നീങ്ങാനും ഒക്കെ നല്ലതാണ്.